ഇന്നത്തെ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ. രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി. ഇന്ന് ജോലിക്ക് പോകണമായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാ അയ്യോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയെന്ന് ഓർത്തത്. പിന്നെ ഞാൻ വെച്ചാൽ എന്നാൽ സാരമില്ല, മുട്ട പൊരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു മുട്ടയ്ക്കുള്ള എല്ലാം അരിഞ്ഞ് വറക്കിയെടുത്ത് മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി. എടാ കുഞ്ഞാ, എനിക്ക് ഇത്തിരി പോകണം വീഡിയോ എടുത്തു തരും, അത് ഞാൻ മുട്ട നല്ല ഫാഷന് ഒഴിക്കുന്ന വീഡിയോ എടുത്തു തരുമോ എന്ന് ചോദിച്ചിട്ട് ആളെന്നെ ചീത്തയും പറഞ്ഞുകൊണ്ട് എണീറ്റ് വന്നിരുന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്താൽ അന്നേരം പറയും ഇതിനകത്ത് ഫുള്ള് നിൻ്റെ കയ്യാ, നിനക്ക് വീഡിയോ എടുക്കുവാന്ന് അറിയത്തില്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളെന്നെ വഴക്കം പറഞ്ഞിട്ട് തിരിച്ചു കയറിപ്പോയി. ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ അവളെ വിളിച്ചതെന്നായിപ്പോയി രാവിലെ തന്നെ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തു. നല്ല പരിഞ്ഞിൽ തോരനും ചാള വറുത്തതും നമ്മൾ മെനങ്ങാനെടുത്ത് ചക്കയില്ലേ, ചക്കയുടെ പൂഞ്ഞ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് കൊത്തി എരിഞ്ഞ തോരൻ വെച്ചതും മുട്ട പൊരിച്ചതും 3 ദിവസം മുമ്പത്തെ നല്ല മീൻകറി, പിന്നെ നല്ല മുള വിട്ടരച്ച ചമ്മന്തി, ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മളിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഞാനാണേ വേഗം ഇന്നലെ ഇലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിവിടെ വാഴയില്ലാത്തതുകൊണ്ട് അപ്പുറത്തുനിന്നാണ് വാഴയില വെച്ച് കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്നലെയും ഞാൻ പോയി ഇലയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇല വെച്ചെന്ന് കണ്ടപ്പോൾ ആളെന്നോട് പറഞ്ഞ്, ആളെന്ന് വെച്ചാൽ നമ്മുടെ മോൾ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്കും പൊതിച്ചോറ് തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് മോക്കൂടെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ഇല വെട്ടിക്കൊണ്ടുവന്നേ. അങ്ങനെ ഇലയെല്ലാം വെട്ടിക്കൊണ്ടുവന്ന് കഴുകി വാട്ടിയെടുത്തിട്ട്, കാരണം ഇന്നലെ എന്നോട് ആൾ പറഞ്ഞായിരുന്നു അമ്മേ എന്നെയും വിളിക്കണേ പൊതിച്ചോറ് പൊതിയുമ്പോൾ എനിക്കും കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇലയെല്ലാം വാട്ടിയിട്ട് ആളെ വിളിക്കാൻ ചെന്നപ്പോൾ ഉണ്ടടാ കഷ്ടം തോന്നി, ആൾ നല്ല ഉറക്കമായിരുന്നു. കാരണം ഞാൻ മെനങ്ങാന്ന് നേരത്തെ വിളിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ വിളിക്കാൻ പോയില്ല. ഞാൻ ഇച്ചിരി നേരം ഇവിടെ കിടന്നോട്ടെ, 6 മണി എന്തോ ആയതേ ഉള്ളായിരുന്നു. അപ്പം ആളിച്ചിരി നേരം ഇവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം പോയി നല്ല മറ്റേ ചക്കപ്പൂഞ്ഞ് തോരനും പരിഞ്ഞിരി തോരനും ചോറും നല്ല മുളവിട്ട ചമ്മന്തിയും, നല്ല ചമ്മന്തിയായിരുന്നു, നല്ല മണമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ 2 ദിവസം മുമ്പുള്ള വറ്റിച്ച മീൻകറിയും ചാള വറുത്തതും ഇതെല്ലാം കൂടെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്ക്. അതേപോലായിരുന്നു തിന്നാനും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പൊതിഞ്ഞ്, ഇത് പൊതിയുമ്പോൾ എൻ്റെ വായിൽ കൂടെ വെള്ളം വരുമായിരുന്നു. പക്ഷെ 6 മണി ആയതല്ലേ ഉള്ളൂ, വിശക്കുന്നില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ചോറ് കഴിച്ചില്ല. പിന്നെ മോടേയും പൊതിഞ്ഞെടുത്ത് വെച്ച് ഞാനും പൊതിഞ്ഞെടുത്ത് എന്നിട്ട് ഓഫീസിൽ പോയി ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ച്. മോക്കുള്ളതും മോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.